അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും ആദരണീയരായ രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നമ്മുടെ MET സ്കൂൾ ഈ വർഷം മനോഹരമായ രീതിയിൽ ഗ്രാൻഡ് മൗലിദ് ആഘോഷിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഗ്രഹമായിട്ടാണ് ജനിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്. നമുക്ക് അനുഗ്രഹത്തെ ആഗ്രഹിക്കുന്നവരാണ്. അനുഗ്രഹമായാണ് നാം പിറന്നത്, അനുഗ്രഹമായാണ് നാം വളർന്നത്. മാതാപിതാക്കളെന്ന അനുഗ്രഹം കൊണ്ട് ജനിക്കുകയും മാതാപിതാക്കളെന്ന അനുഗ്രഹം കൊണ്ട് വളരുകയും പിന്നീട് അധ്യാപകരായും സമൂഹം, സൊസൈറ്റിയുടെ സഹായവുമൊക്കെയായി നമ്മുടെ മുന്നിൽ അനുഗ്രഹങ്ങൾ വന്നു നിന്നു. അങ്ങനെയാണ് നാം വളർന്നത്. അതുകൊണ്ട് തന്നെ അനുഗ്രഹങ്ങളോടും ബറക്കത്തുകളോടുമൊക്കെ നമുക്ക് വല്ലാത്ത ഒരു അഭിനിവേശമാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ്റെ ജന്മദിനം നാം സെലിബ്രേറ്റ് ചെയ്യുകയാണ്, നാം അത് അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകനെ നാം അനുഭവിക്കുകയാണ്. പിന്തുടർന്ന് സ്നേഹിച്ച് മതിവരുവോളം അടുത്തറിഞ്ഞു അങ്ങനെയാണ് പ്രവാചകനെ നാം സ്നേഹിക്കേണ്ടത്. അതുകൊണ്ടാണ് പാഠ്യപദ്ധതികളിൽ MS എഡ്യൂക്കേഷൻ്റെ ഭാഗമായി പ്രവാചകനെ നാം പഠിക്കുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇത് ഇസ്ലാമിക് മതത്തിലേക്ക് കടന്നു വരാനുള്ള പാസ്വേഡാണ്, നമ്മുടെ സിസ്റ്റമാണ്, മെമ്പർഷിപ്പാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അനുസരിച്ച് അറിഞ്ഞ് ജീവിക്കാൻ ഏറ്റവും ബാധ്യതയായി നമ്മുടെ മുന്നിൽ വരുന്നത് പ്രവാചകനെ അറിയലാണ്, ആ പ്രവാചകൻ്റെ ജീവിതത്തെ സാക്ഷ്യം വഹിക്കലാണ്. അപ്പോഴാണ് നമുക്ക് ആ മതത്തിൽ ടിക്കറ്റ് കിട്ടുന്നത്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ നെറ്റ്വർക്ക്, മനുഷ്യനാണ് ഏറ്റവും വലിയ നെറ്റ്വർക്ക്. ഭൂമിയിൽ ഒരുപാട് ജീവജാലങ്ങളുണ്ട്, പക്ഷേ അതിലേറ്റവും വലിയ നെറ്റ്വർക്ക് മനുഷ്യൻ്റേതാണ്. മനുഷ്യൻ്റെ നെറ്റ്വർക്കിൻ്റെ ഗുണം ആദിമ മനുഷ്യൻ മുതൽ അവസാനം വരെയുള്ള എല്ലാ മനുഷ്യരുടെയും അവരുടെ ബ്രെയിൻഡം, അവരുടെ തലച്ചോറുകളിലൂടെ ഒഴുകുന്ന ഐഡിയ, അറിവ്, ഇതൊക്കെയാണ് ഒരു രാജ്യത്തെ, ഒരു ലോകത്തെ ജീവിപ്പിക്കുന്നത്. ജർമ്മനിയുടെ കണ്ടുപിടുത്തമാണ് ഇന്ത്യയിൽ മരുന്നാകുന്നത്. ഇന്ത്യയുടെ കണ്ടുപിടുത്തമാണ് സ്പേസ് ടെക്നോളജിയായി മാറുന്നത്. ഇങ്ങനെ അങ്ങും ഇങ്ങും കൊടുത്തും വാങ്ങിയുമൊക്കെയാണ് ഈ ലോകം വളരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ്റെ നെറ്റ്വർക്ക്, മനുഷ്യരാശി മുഴുവൻ സന്തോഷത്തിലും അവരൊക്കെ സാഹോദര്യത്തിലും ജീവിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ, അവരുടെ ഇടയിൽ കലാപമുണ്ടാകാൻ പാടില്ല, രാജ്യങ്ങൾ മുൻപിൽ തെറ്റാൻ പാടില്ല, മനുഷ്യരെ കൊല്ലാൻ പാടില്ല, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ബന്ധം കുറയാൻ പാടില്ല. ഇങ്ങനെ മനുഷ്യൻ്റെ നെറ്റ്വർക്ക് അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രവാചകൻ നമ്മെ ഏറ്റവും കൂടുതൽ പണിപ്പെട്ടത്, പഠിച്ചത്, പഠിപ്പിച്ചത്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലം, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ജാമായാൽ നമുക്കറിയാം നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലമാണ്. കണക്ടിവിറ്റി ഇല്ല, കണക്ടിവിറ്റി ഇല്ലെങ്കിൽ ബന്ധമില്ല. അപ്പോൾ മാനവരാശിയുടെ കണക്ടിവിറ്റിയെ ഉറപ്പുവരുത്തലാണ് പ്രവാചകൻ അവർക്കിടയിൽ വിദ്വേഷമോ ദേഷ്യമോ അസൂയയോ ചതിയോ വഞ്ചനയോ പാടില്ലെന്ന് പറയുമ്പോൾ മാനവരാശിയുടെ നെറ്റ്വർക്കിനെ സഹായിച്ചുകൊണ്ട് ജർമ്മനിയും ഇന്ത്യയും സൗദി അറേബ്യയും അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെ മനുഷ്യത്വത്തിൻ്റെ പേരിൽ ഒന്നിച്ചു നിൽക്കണമെന്നും അവരുടെ തലച്ചോറിനകത്തൂടെ ഒഴുകുന്ന ഐഡിയയും അറിവുമൊക്കെ പരസ്പരം ഈ രാജ്യത്തെയും ഈ ലോകത്തെയും ജീവിപ്പിക്കുന്നു എന്നൊരു പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഈ റബീഉൽ അവ്വലിൽ നമുക്ക് കടന്നു പോകുമ്പോൾ ലോകത്ത് കലാപമില്ലാതെ, ലോകത്ത് സമാധാനാന്തരീക്ഷത്തിൽ ജീവിക്കാൻ ആവശ്യമായ പാഠങ്ങളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് തന്നിട്ടുള്ളത് എന്നും ആ പാഠങ്ങളെ അടുത്തറിഞ്ഞു നിന്നാൽ ഗ്രാമത്തിലും കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ മനസ്സിലും ഉണ്ടാകേണ്ട സമാധാനം അത് പ്രവാചകൻ്റെ വഴിയേ നമുക്ക് വരുമെന്ന വിശ്വാസവും പ്രവാചകൻ്റെ വഴിയിലൂടെ നമുക്കത് വരണമെന്നതും നാം ആഗ്രഹിക്കേണ്ടതും അത് തന്നെയാണ് പ്രസ്ഥാനവും ദീനും നമ്മോട് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അത്തഹിയാത്ത് ഏറ്റവും മനോഹരമായൊരു സംഭവമാണ്. നിസ്കാരത്തിൽ അള്ളാഹും അവൻ്റെ ഹബീബായ നബി തങ്ങളും കണ്ടുമുട്ടിയ പശ്ചാത്തലമാണ് അത്തഹിയാത്ത്. തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ മിഅ്റാജിൻ്റെ രാവിൽ പറഞ്ഞപ്പോൾ അള്ളാഹു പ്രതിവചിച്ചത്, ഏറ്റവും വലിയ ഗിഫ്റ്റായി നൽകിയത് അസ്സലാമു അലൈക എന്നാണ്.
അയ്യുഹൻ നബി, ഓ നബിയെ അങ്ങേക്ക് സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ സമാധാനത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനും സമാധാനത്തിൻ്റെ കേന്ദ്രവും സമാധാനത്തിൻ്റെ സ്രോതസ്സുമൊക്കെയായി അള്ളാഹുവിൻ്റെ ഹബീബിനെ സെലക്ട് ചെയ്യുകയാണ്. ഉടനെ അവിടെ നിന്ന് പറയുകയാണ്, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എനിക്ക് മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ നല്ല മനുഷ്യർക്കും സ്വാലിഹീങ്ങളായ ആളുകൾക്കും ആ സമാധാനത്തിൻ്റെ അവകാശികളായിത്തീരണം. അങ്ങനെയാണ് നമ്മുടെ മതം. അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്നെ കേൾക്കുന്ന രക്ഷിതാക്കളെ, പ്രവാചകനെ കുടുംബത്തിൽ, സമൂഹത്തിൽ, രാജ്യത്തിൽ, ലോകത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാനുള്ള അടിത്തറയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനാവശ്യമായ ഹ്യൂമൻ നെറ്റ്വർക്ക് കൃത്യമായി വർക്ക് ചെയ്യാനാണ് പ്രവാചകൻ ഓരോ ഘട്ടത്തിലും നമ്മൾ പഠിപ്പിച്ചത്. അവിടത്തേക്ക് ലഭിക്കപ്പെട്ട ഗ്രന്ഥത്തിൻ്റെ അന്തസത്തയും അതാണ്. അതാവട്ടെ ഈ റബീഉൽ അവ്വലിൽ നബി തങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ ആദരവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ METയുടെ കുട്ടികൾ നടത്തുന്ന ഗ്രാൻഡ് മൗലിദ് പരിപാടിക്ക് ആശംസയായി എൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ആഘോഷവും അതുപോലെ ഈ സന്തോഷവുമൊക്കെ പ്രവാചകൻ ഇഷ്ടപ്പെടുകയും അതുവഴി അള്ളാഹുവിൻ്റെ സ്നേഹവും സാമീപ്യവും കരസ്ഥമാക്കാൻ ഉതകുന്നതുമാകട്ടെ എന്ന് ആശംസയായി നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ നമ്മൾ സംഘടിപ്പിച്ച ഈ മൗലിദ് സദസ്സും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, അതുപോലെ നമ്മുടെ കുടുംബ മിത്രാദികൾ, നമ്മെ ദീനീ കാര്യങ്ങളിൽ സഹായിച്ച, നമ്മോട് സഹകരിച്ച ആളുകൾ, അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരുടെയും ഖബറിലേക്ക് അല്ലാഹു ഇതിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ബഹുമാനമുള്ള രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, METയുടെ വിദ്യാർത്ഥികളും ഉസ്താദുമാരും കൂടി സംഘടിപ്പിച്ച ഗ്രാൻഡ് മൗലിദ് സദസ്സ് അൽഹംദുലില്ലാ എന്തുകൊണ്ടും പ്രശംസനീയമാണ്. ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിലും നമ്മെ നാമാക്കിയ നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ല. ആ മറക്കാത്ത രീതിയിൽ റബീഉൽ അവ്വൽ 1 മുതൽ മൗലിദ് പാരായണത്തിൽ വിദ്യാർത്ഥികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിലും സ്ഥാപനങ്ങളിൽ നിന്ന് പാരായണം നടത്തുന്നതിലും ഒക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന നമ്മുടെ MET ഇന്ന് ഗ്രാൻഡ് മൗലിദ് നടത്തുന്നു എന്നുള്ളത് വലിയ സന്തോഷം, വലിയ സദസ്സ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച മഹാന്മാരായ ഉസ്താദുമാർ, അതുപോലെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ കൂടെ നിൽക്കുന്ന വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, എല്ലാവർക്കും അല്ലാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകുമാറാവട്ടെ. ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് നാളെ ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പെടുത്തി തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ഥാപനത്തിൻ്റെ കാര്യം എല്ലാം ഈ നല്ല മഹനീയമായ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഉയർച്ചയിൽ എത്തിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങൾ സംഘടിപ്പിച്ച ഈ ഗ്രാൻഡ് മൗലിദ് സദസ്സിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Assalamu alaikum wa rahmatullahi wa barakatuh. Dear parents and children,
In this month, in this holy month of Rabiul Awwal, the entire world is celebrating the birth anniversary of Prophet Muhammad sallallahu alaihi wasallam. The MIT English Medium School is also joining in that grand celebration by Grand Maulid and Rabiul Fest. We are doing this, or the entire world is celebrating the birth anniversary of Prophet Muhammad sallallahu alaihi wasallam, obeying the instruction given by God Almighty and also the direction given by Prophet Muhammad sallallahu alaihi wasallam. It's very clearly mentioned in Holy Quran, قُلْ بِفَضْلِ اللَّهِ وَبِرَحْمَتِهِ فَبِذَلِكَ فَلْيَفْرَحُوا. قُلْ, you have to tell, بِفَضْلِ اللَّهِ, you have to tell the blessings of God Almighty, وَبِرَحْمَتِهِ, and His mercy. So you keep on telling the blessings and mercy given by God to you. فَبِذَلِكَ, by those blessings, فَلْيَفْرَحُوا, you have to celebrate. So it's the duty of all the believers to celebrate the blessings given by God Almighty. So we have to celebrate the birthday of our children. You know, it's a blessing from God Almighty. We have to celebrate the marriage of our daughters and our relatives, because so getting a life partner is a blessing. So all these are blessings, and the greatest blessing that we have ever received in this world is our Prophet Muhammad sallallahu alaihi wasallam. So we are celebrating this month as we got the greatest treasure in the world, that's our beloved Prophet Muhammad sallallahu alaihi wasallam. And we do remember the direction given by Prophet Muhammad sallallahu alaihi wasallam, that's this: la yu'minu ahadukum hatta akuna habba ilayhi min walidihi wa waladihi wa nasi ajma'in. We have to love and we have to respect our dear leader Prophet Muhammad sallallahu alaihi wasallam more than anything else in the world. If we are not ready, or if we are not in a position to love Prophet, you know, we will never be a true believer. So we are celebrating the birthday of Prophet Muhammad sallallahu alaihi wasallam as we are directed in Holy Quran and by Prophet Muhammad sallallahu alaihi wasallam. You know, the entire world is recognizing the great personality who lived before 14th century, but still even the most post-modern thinkers, writers, poets, everybody is really celebrating or praising the great personality. I would like to share with you only one quote. That's by great dramatist Bernard Shaw. He stated like this: if a man means Prophet Muhammad sallallahu alaihi wasallam. His quote is like this: if a man like him were to assume the dictatorship of the modern world, he would succeed in solving the problems in such a way that would bring the much needed peace and happiness to this world. You know what is the message? If Prophet Muhammad sallallahu alaihi wasallam becomes the ruler of this modern world, he will be able to solve all the issues which we are facing in this world. Poverty will be solved, war will be solved, family issues will be solved, the fight between countries will be solved, all the social, political, economic, all these problems will be solved only by one and single leader, that's Prophet Muhammad sallallahu alaihi wasallam. So we have to celebrate. So celebrations are of different kinds. Old people are just reciting Maulid. Young people are just going in the rally and decorating the home, masjid and madrasa. And the small children are just singing and talking about Prophet Muhammad sallallahu alaihi wasallam and running and wearing new clothes and praising and doing the decorations and wearing new clothes. So these are the ways of celebrations, and we are doing all these celebrations obeying the rules and regulations of Islamic principles. So on this great day, I wish all my dear children a wonderful Milad, and also this day should inspire us to follow the footprints of Prophet Muhammad sallallahu alaihi wasallam
And dear parents and children, we hope the next Rabiu will be a wonderful and we will be able to enjoy and celebrate together in our campus. Wish you all the best and thank you. Assalamu alaikum wa rahmatullahi wa barakatuh. Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah wa salatu wa salamu ala ashraf rasulillah wa ala alihi wa sahbihi al-faizina billah amma ba'd. സഹൃദയരായ രക്ഷിതാക്കളെ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രേക്ഷകരെ, METയുടെ പ്രാരംഭം മുതൽ തന്നെ വർഷാവർഷങ്ങളായി വർണ്ണശബളമായ നബിദിനാഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ച് വരാറുള്ളത്. കാലം മാറി, കഥ മാറി, പ്രോഗ്രാമുകളുടെ എല്ലാം രൂപവും ഭാവവും മാറ്റേണ്ടി വന്നിരിക്കുകയാണ്. എങ്കിലും MET പുറകോട്ടല്ല. പ്രവാചകരോടുള്ള അമേയമായ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ പല രൂപത്തിലുള്ള പരിപാടികൾ MET സംഘടിപ്പിച്ചു വരുന്നു. ഗ്രാൻഡ് മൗലിദ് ഇന്ന് നടക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടന്നു വരുന്നു. ഇതെല്ലാം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അളവറ്റ സ്നേഹം കൊണ്ടാണ് നാം ചെയ്തു വരുന്നത്. സ്വഹാബത്തും താബിയങ്ങളുമെല്ലാം കൈമുതലാക്കിയിരുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. നാം ചെയ്യുന്ന അഅമാലുകളെ കൊണ്ട് നമുക്ക് നാളെ മഹ്ശറയിൽ രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് മനസ്സിലാക്കിയവരാണ് സ്വഹാബത്തും താബിയങ്ങളും ശേഷം വന്ന മുഅ്മിനീങ്ങളെല്ലാം. അവരെല്ലാം കൈമുതലാക്കിയത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ്, അതിലൂടെ നമ്മൾ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തരത്തിലുള്ള പരിപാടിയിൽ നാം സംഘടിപ്പിക്കുന്നതും അതിലെല്ലാം പങ്കെടുപ്പിക്കുന്നതും. റബ്ബ് സുബ്ഹാനഹു വ തആല പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിക്യങ്ങളിലും മുഹിബ്ബീങ്ങളിലും നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് കാരണമായി നാളെ ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴിയായി നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഉമാ അത്താക്കുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താനും വമാ നഹാകും അൻഹു ഫന്തഹു, അവിടുന്ന് നിരോധിച്ച, വർജിച്ച, ഉപേക്ഷിച്ച കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അവർ സന്ദേശമാണ് ഈ റബീഉൽ അവ്വലിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല അവിടുത്തെ മുത്തബീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഭാവുകങ്ങളും ഈ മൗലിദ് പരിപാടിക്ക് നൽകി നിർത്തുന്നു. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ആദി ഔവൽ മൈദരായി പാടച്ചു വെച്ച മുഹമ്മദാ. ബദറിലും ബദർ ലംഘിടുന്നോരെ കാണുവാൻ വിധി ഏകല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്.
റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ അടയും അന്നെൻ്റെ കൺകൾ തളരും എൻ്റെ കൈകൾ ഇടറും എൻ്റെ മൊഴികൾ തേൻമലരെ അരികിൽ അങ്ങൊന്നു വന്നാൽ അലിവാൽ മുഞ്ചു തന്നാൽ ആ ദിനമെന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബേ റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിടുമോ അവസാന ശ്വാസം ഞാനെടുക്കുമ്പോൾ കസ്തൂരി ഗന്ധം നിറച്ചിടുമോ ആരും കേൾക്കാൻ കൊതിക്കും വചനം എന്നുടെ കാതിൽ ചൊല്ലിടുമോ അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ് റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ ഇരുളാർന്ന ഖബറിൽ ഞാനണയുമ്പോൾ തിരുവെട്ടം എന്നിൽ തന്നിടുമോ ഇടുങ്ങും ഖബറിൻ്റെ ചോടെ ഞാൻ ചേരുമ്പോൾ തിരുനോട്ടം എന്നിൽ നൽകിയിടുമോ അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ് അങ്ങല്ലാതാരാണ് എന്നിൽ തണലായാരാണ് റൂഹന്നിൽ പിരിയുന്ന നിമിഷം അരികിൽ വരാമോ ഹബീബേ മൗത്തന്നിലണയുന്ന നേരം മുത്തം തരാമോ നിലാവേ അടയും അന്നെൻ്റെ കൺകൾ തളരും എൻ്റെ കൈകൾ ഇടറും എൻ്റെ മൊഴികൾ തേൻമലരെ അരികിൽ അങ്ങൊന്നു വന്നാൽ അലിവാൽ മുഞ്ചു തന്നാൽ ആ ദിനമെന്നിൽ കൂട്ടാമോ യാ റസൂലേ യാ ഹബീബ്